നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കയിലുള്ളവരെ പോലെയും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയുമാണെന്നാണ് ഒരു ഇംഗ്ലീഷ് പത്രമായ സ്റ്റേറ്റ്സ്മാന് പ്രവാസി കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനായ സാം പിട്രോദ നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലെ പരാമർശം. തികച്ചും വംശീയമായ ഈ പരാമർശം കോൺഗ്രസിൻ്റെ വർണ്ണവെറിയുടെ പ്രതിഫലനമാണോ? പിത്രോദയെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഏൽപ്പിച്ച മുറിവുകൾ പെട്ടെന്നുണങ്ങുമോ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്ക്, വിദ്യാസാഗർ ഗുരുമൂർത്തി, കോൺഗ്രസ് വക്താവ് അംശുലാൽ പൊന്നാറത്ത് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീജിത്ത്, സാം പിട്രോഡയുടെ ഈ വംശീയ അധിക്ഷേപം ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും വെല്ലുവിളിക്കുന്നതല്ലേ? ശ്രീ അനിൽ, ഇതിൽ ഭാരതത്തിന്റെ ഐക്യം അഖണ്ഡത എന്നതിനോടൊപ്പം തന്നെ വളരെ നിരുത്തരവാദപരവും വംശീയവുമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന നിലയ്ക്ക് അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഒറ്റ പരാമർശം കൊണ്ട് അപമാനിച്ചിരിക്കുകയാണ് എന്ന് പറയാം. കാരണം നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെന്ന്, ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെന്ന്, അതല്ല എങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് കടന്നു ചെന്ന്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്ക് കടന്നു ചെന്ന് ഈ ഒരു പരാമർശം അവിടെ പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു പ്രതികരണം, പ്രതിഫലനം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യക്കാർ എന്നുള്ള ഒരു എത്തനിസിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി, അതാണ് നമ്മുടെ എത്തനിസിറ്റി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും, ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഇന്ത്യക്കാർ എന്ന് തിരിച്ചറിയപ്പെടുന്നതിന് പകരം അതിലുള്ള ആൾക്കാരെ പല പല പ്രദേശവുമായി ചേർന്നിട്ടുള്ള എന്തോ സങ്കര ഇനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ശ്രീ സാം പിട്രോഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാവരും ആഫ്രിക്കക്കാരാണ് എന്നും, മറ്റൊരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാവരും വെള്ളക്കാരാണ് എന്നും, ഇനിയൊരു വിഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം ചൈനക്കാരാണെന്നും, നാലാമതൊരു വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും അറബികളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് അതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അതിൽ ശ്രീ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് സാം പിട്രോഡ അദ്ദേഹത്തിന്റെ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നു. ആ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടാവാം രാജിവെക്കുന്നത് എന്നും കോൺഗ്രസ് അതിനെ തള്ളിപ്പറഞ്ഞു എന്ന നിലയ്ക്ക് നമുക്ക് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടല്ല എന്ന രീതിയിലേക്ക് ധരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് കോൺഗ്രസിന്റെ ദേശീയ നേതാവും അവരുടെ ലോക്സഭയിലെ നേതാവുമായിട്ടുള്ള ശ്രീ അധീർ രഞ്ജൻ ചൗധരിയോട് ഒരു മാധ്യമം ഇന്ന് ചോദിച്ചപ്പോൾ, അതും ഒരു വീഡിയോ ഇന്റർവ്യൂ ആണ്, അദ്ദേഹം അതിൽ സാം പിട്രോഡയുടെ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 4 വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്ക് മറ്റു ചില പരാമർശങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ആണ് എന്ന രീതിയിൽ പറയുന്നു. പ്രോട്ടോ ഓസ്ട്രേലിയൻസിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വളരെ അപകീർത്തികരമായിട്ടുള്ള, സാധാരണ രീതിയിൽ ഒരു എൻ വേർഡ് എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന നെഗ്രിറ്റകൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. മംഗോളിയൻസ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം വരുന്നു. അപ്പോ സാം പിട്രോഡ എന്താണോ പറഞ്ഞത്, എന്തിന്റെ പേരിലാണോ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി വിമർശിച്ചത്, എന്തിന്റെ പേരിലാണോ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കേണ്ടത്, ആ കാര്യത്തിനെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പ്രോട്ടോ ഓസ്ട്രേലിയൻസ്, നെഗ്രിറ്റകൾ അല്ലെങ്കിൽ മംഗോളിയൻസ്, പിന്നീട് വെള്ളക്കാർ, കറുത്തവർ തുടങ്ങിയ കുറേയധികം പരാമർശങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീ അധീർ രഞ്ജൻ ചൗധരി അതിനെ വളരെ ട്രിവിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിൽ തന്നെ ഈ നെഗ്രിട്ട എന്നൊക്കെ പറയുന്ന പദം നമ്മുടെ നാട്ടിൽ അത് എത്രത്തോളം ആൾക്കാർക്ക് പരിചിതമാണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഈ നീഗ്രോ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമായിട്ടും വംശീയമായിട്ടുള്ള ഒരു പരാമർശവുമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെഗ്രിറ്റോ, നെഗ്രിറ്റ, നീഗ്രോ എന്നൊക്കെ പറയുന്ന വാക്കുകളെയാണ് എൻ ടൈപ്പ് വേർഡ്സ് എന്ന രീതിയിലത്തേക്ക് പറയുക. അപ്പൊ അത് പറയുമ്പോൾ പലപ്പോഴും അതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് തന്നെ കരുതുന്നത് ആ ഗോത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ വർഗത്തിനുള്ള ഉള്ളിലുള്ള ആൾക്കാർ പരസ്പരം അത് ഉപയോഗിക്കുമ്പോഴാണ്. ആ സമയത്ത് അതൊരു പ്രശ്നമുള്ള പദമായിട്ട് പറയാറില്ല. കാരണം ഈ നെഗ്രിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കറുത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു വെള്ളക്കാരനോ മറ്റേതെങ്കിലും ഒരു വംശത്തിൽപ്പെട്ട ആളോ ഒരു കറുത്ത വർഗ്ഗക്കാരനെ നെഗ്രിറ്റ എന്ന് അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ അത് ഒരേ വർഗത്തിലുള്ള ആൾക്കാർ വിളിക്കുന്നത് പോലെയല്ല. നമ്മൾ പല ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പരസ്പരം ഈ പറയുന്ന പല എൻവേർഡുകളും ഉപയോഗിക്കുന്നത് കാണാം. അത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ മറ്റൊരു വിഭാഗത്തിലുള്ള ഒരാൾ ആ രീതിയിലത്തേക്ക് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വംശീയമായിട്ടുള്ള ഒരു പരാമർശമാണ്. അപ്പൊ അത്തരത്തിലുള്ള
സെൻസിറ്റിവിറ്റികൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ലാതെ, അതല്ല എങ്കിൽ ധാരണ ഉണ്ടായതിനു ശേഷവും സാം പിട്രോഡ ഇങ്ങനെ ഒരു ചൂടുവെള്ളത്തിൽ വീണിരിക്കുന്നതാണ്, അതുകൊണ്ട് താൻ കൂടുതൽ ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തണം എന്നൊക്കെയുള്ള ധാരണ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടുന്ന അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള ഒരു നേതാവാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേയധികം പദാവലി കൂടി നമ്മുടെ ഇന്ത്യക്കാരെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ചേർത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ അധികം മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. കാരണം ഈ ഇലക്ഷൻ സമയത്ത് ഈ രീതിയിലുള്ള പല പല വംശീയ വർഗീയ പരാമർശങ്ങളൊക്കെ പല പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൽ ചില കാര്യങ്ങളെ മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ തമസ്കരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം കുറേയധികം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ടൈറ്റിലേക്ക് വന്നാൽ, ഇത് കോൺഗ്രസിന്റെ സമീപനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സമീപനമല്ല എന്ന് അധീർ രഞ്ജൻ ചൗധരി പറയുന്നതിന് മുമ്പ് വരെ അത് സാം പിട്രോഡയുടെ മാത്രം അഭിപ്രായമാണ് എന്ന നിലയ്ക്ക് നമ്മൾ കരുതേണ്ടി വരും. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടി പ്രസ്താവനകൾ വന്നിരിക്കുകയും അദ്ദേഹത്തിന് സാം പിട്രോഡയുടെ അവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് കൂടി നോക്കിയതിനു ശേഷം അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയാണെങ്കിൽ പറയേണ്ടത് സാം പിട്രോഡ രാജിവെച്ചു, നിങ്ങളും നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നുള്ളത് പറയണം. വളരെ ശക്തമായ രീതിയിലുള്ള ഒരു താക്കീത് നൽകണം. പക്ഷെ ഇത്രയും സമയമായതിനു ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. അപ്പൊ ഒരാൾ ഇതേപോലെ ഡിസോൺ ചെയ്യപ്പെടുകയും രാജിവെക്കുകയും എന്നാൽ മറ്റൊരാൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു വലിയ ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പിന് അർത്ഥം എന്ന് പറയുന്നത് ഈ വംശീയ വെറി എന്ന രീതിയിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഇതിൽ ഒരു കാര്യം ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു ഇറ്റാലിയൻ ഒറിജിൻ എന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിക്കൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർ പലപ്പോഴും ഇറ്റലിക്കാർ എന്ന രീതിയിലത്തേക്ക് ഇവരെ വിളിച്ച് പറയാറുണ്ട്. അതിലവർക്ക് ആക്ഷേപമായിട്ട് എന്തെങ്കിലും തോന്നേണ്ടുന്ന കാര്യമില്ല, കാരണം അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. പക്ഷെ അത് പറഞ്ഞ് അത് അവരെ ആ രീതിയിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു എന്ന രീതിയിൽ പറയുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരം വംശീയമായിട്ടുള്ള സെൻസിറ്റിവിറ്റികളൊക്കെ തന്നെ മനസ്സിലാകുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുകയും അത് തിരുത്തപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരാൾ അതിൽ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് പോയതിനു ശേഷവും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും ചുമതലയുമുള്ള സീനിയർ നേതാവ് അതേ കാര്യം കൂടുതൽ ഉദാഹരണങ്ങൾ സഹിതം അതിനെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിശ്ചയമായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. ശ്രീനാഥ്, സംശു, വംശീയ അധിക്ഷേപം, വർണ്ണവെറി, ഇത് പിട്രോഡയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അധീർ രഞ്ജൻ ചൗധരി അത് എൻഡോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ആദ്യമായിട്ട് ഈ ഡിബേറ്റിൻ്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ ചാനലിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. അതുപോട്ടെ ഈ ഒരു ടോട്ടൽ ഡിസ്കഷനിൽ ഒരു കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് മുഴുവനായും എഴുതിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ അതിനോട് ചേർന്ന് തൊട്ട് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും. We could hold country together as diverse as India. ഇന്ത്യ പോലത്തെ ഒരു രാഷ്ട്രത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഡൈവേഴ്സിറ്റി ഉള്ളൊരു രാജ്യത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. എന്നിട്ടാണ് അദ്ദേഹം ആ ഡൈവേഴ്സിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക രീതിയിൽ ആളുകളുടെ രൂപത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളെ കാണുമ്പോൾ ചൈനക്കാരെ പോലെയുണ്ട്, വെസ്റ്റിൽ നിന്നുള്ള ആളുകളെ കാണുമ്പോൾ അറബ്സിനെ പോലെയുണ്ട്, അതുപോലെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളെ കാണുമ്പോൾ സംവാട്ട് വൈറ്റിനെ പോലെയുണ്ട്, സൗത്തിൽ നിന്നുള്ള ആൾക്കാരെ പലരെയും കാണുമ്പോൾ ആഫ്രിക്കൻസിനെ പോലെയുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് ഡസൻറ്റ് മാറ്റർ, വി ആർ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. We all respect different religion, different look. We all respect different religion, different look, different custom, different food. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഗുജറാത്തി ആണെങ്കിലും എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. The India, I believe, everybody has its own identity. Equally, everybody compromise each other little bit. That idea of India
which is rooted in democracy, freedom, liberty, fraternity, is being challenged by religious symbols. A prime minister talking not as a prime minister leader, but merely as a party leader. ഇതാണ് ഇപ്പറഞ്ഞ പരാമർശത്തിന് തൊട്ടു മുമ്പും തൊട്ട് ശേഷവും അദ്ദേഹം നടത്തിയ വാക്കുകൾ. ഇതിൽ വർണ്ണവെറി എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം ഞാൻ ശ്രീജിത്ത് പണിക്കരുടെ അത്രയും വെളുത്തവനല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ അത്രയും വെളുപ്പ് എനിക്കില്ല. അപ്പം നിറത്തിൽ വ്യത്യാസമുണ്ട്. കറുത്ത ആൾ കറുത്തവനാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു വർണ്ണവെറിയല്ല. കറുത്ത ആളുണ്ട്, വെളുത്ത ആളുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കറുപ്പ് വിവേചനത്തിനും ഒരാളെ ചിത്രീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നിടത്താണ് അതിലെ അപകടമോ അല്ലെങ്കിൽ അതിലെ സംസ്കാര ശൂന്യതയോ നിലനിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയും തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് പോയതായിട്ട് നമുക്ക് കാണാനേ കഴിയില്ല. ഇദ്ദേഹം പറഞ്ഞ ഈ മുഴുവൻ വാക്കുകൾ വായിച്ചു നോക്കുമ്പോൾ, ഞാൻ ഈ മുഴുവൻ വാക്കുകളും വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കുറ്റം പറയാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത്. ഒരു വാക്കുകളിൽ അടർത്തിയെടുത്ത കാര്യത്തെക്കുറിച്ച് 1 മണിക്കൂർ ഡിസ്കഷൻ നടത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൻ്റെ ആ സാഹചര്യത്തിൻ്റെ സവിശേഷതയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഇന്ത്യ ഐ ബിലീവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവ്രിബഡി ഹാസ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി എന്നാണ് അദ്ദേഹം അതിന് ശേഷം പറയുന്ന സെൻറ്റൻസ്. എന്താണ് ശ്രീജിത്ത് പണിക്കർ കൈ ഉയർത്തി കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടാവാമെന്ന് തോന്നുന്നു അല്ലേ? ഇത് കഴിഞ്ഞിട്ടാവാമെന്ന് തോന്നുന്നു അല്ലേ? താങ്കൾക്ക് എഴുതിയെടുത്തതിന് ശേഷം പിന്നീട് ഉത്തരം പറഞ്ഞാലും മതി. അങ്ങനെയല്ലേ? ഓക്കെ, ശ്രീജിത്ത് 8 മണി വരെ ഉള്ളൂ. അങ്ങനെയല്ലേ? ശ്രീജിത്ത് 8 മണി വരെ ഉള്ളൂ. അങ്ങനെയല്ലേ? നല്ലത്. ലളിതമായിട്ടുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. താങ്കൾ വഴങ്ങുമെങ്കിൽ ഞാൻ ചോദിക്കാം. ആ, തീർച്ചയായും. ഇതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ സാം പിട്രോഡ എന്തിനാണ് രാജിവെച്ചത്? ഓക്കെ, ദാറ്റ്സ് എ വെരി 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 സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ. ഐ ആം ബോണിഫൈഡ് ടു ആൻസർ ഇറ്റ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സാം പിട്രോദ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ സാംസ്കാരികപരമായ ഔന്നിത്യത്തിൽ നിന്നോ എന്ന് തന്നെ ഞാൻ വേണം പറയാം. കാര്യം ഇവിടെ എവിടെയും ഒരാളെ മോശമായി പരാമർശം നടത്തുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ രാഷ്ട്രീയപരമായ ഒരു ആയുധമാക്കി നീചമായി ഉപയോഗിക്കും എന്ന് അദ്ദേഹത്തിന് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനിലെ കുശാഗ്ര ബുദ്ധിക്കാരൻ്റെ പരിമിതിയായിട്ട് ഞാൻ കാണും. ഓക്കെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞൊരു ഞാൻ ഈ സെൻറ്റൻസ് മുഴുവൻ അവനെ കേൾപ്പിച്ചു. അവൻ പറഞ്ഞതും ഇതേ പോയിൻ്റാണ്. അവൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ സെൻറ്റൻസാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറയുമ്പോൾ അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരായുധം ഇട്ട് കൊടുക്കും പോലെയാകും. സത്യത്തിൽ സാം പിട്രോദയുടെ സെൻറ്റൻസിനെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷത്തിന് തള്ളിക്കളയേണ്ടി വരുന്നത് അത്രയും നീചമായ രീതിയിൽ മീഡിയകൾ പറയുന്ന ഓരോ വാക്കുകളെയും വളച്ചൊടിക്കുന്ന സാഹചര്യത്തിലാണ്. കാര്യം വരുന്ന തെരഞ്ഞെടുപ്പിന്റെ സമയത്തിൻ്റെ അതായത് അംശു പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കും എന്നതുകൊണ്ടാണ് ജയറാം രമേശിനെ പോലുള്ള വക്താക്കൾ അതിനെ തള്ളിക്കളഞ്ഞത്. അടിസ്ഥാനപരമായി കോൺഗ്രസിന്റെ സമീപനം ഇത് തന്നെയാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെവിടെ ഞാൻ പറയട്ടെ ഞാൻ ഈ മുഴുവൻ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയും ഇതിലെവിടെയാണ് അദ്ദേഹം മോശപ്പെട്ട രീതിയിൽ ഒരു വിഭാഗത്തെ ചിത്രീകരിച്ചത്? ഇപ്പം ഞാനിപ്പം എന്താ പറയുക, ശ്രീജിത്ത് പണിക്കരെ നോക്കിയിട്ട് ഞാൻ പറയും ഞാൻ്റെയും ശ്രീജിത്ത് പണിക്കരുടെയും എന്താ പറയുക ലൈക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ കണ്ണ് കുറച്ചുകൂടെ വലുതാണ്, ശ്രീജിത്തിൻ്റെ കണ്ണ് കുറച്ചുകൂടി ഇറുങ്ങിയതാണ്, ചൈനക്കാരുടെ കണ്ണ് കുറച്ചും കൂടി ഇറുങ്ങിയതാണ്. നോർത്ത് ഈസ്റ്റിലുള്ള ആളുകൾ നിങ്ങൾ നോക്കും, അവരുടെ അപ്പിയറൻസിൽ തീർച്ചയായിട്ടും ഇറുങ്ങിയ കണ്ണുകൾ, അധികം ഹൈറ്റ് ഇല്ലാത്ത ശരീരപ്രകൃതം, ഈ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാണാനുണ്ട് എന്ന് പറയുന്നതിൽ അവരെങ്ങനെയാണ് മോശക്കാരനാക്കുന്നത്? അവരെങ്ങനെയാണത് മോശക്കാരാക്കുന്നത്? ഇത് ഷെയിം എങ്ങനെയാവുന്നത്? അവരെ പോലെ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഷെയിം ആവുന്നത്? അതെനിക്ക് മനസ്സിലാവണില്ല. അതെങ്ങനെ ഇപ്പോൾ ശരി, ഞാൻ മോഹൻലാലിനെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ലതും, ഞാൻ മാമുക്കോയെ പോലെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഷെയിമും ആവുമോ? എന്തുകൊണ്ടാണ് ഈ മോഹൻലാൽ മാമുക്കോയെ ഉദാഹരണങ്ങളായത്?
അതൊരു ഷെയിമാവൂ? എന്തുകൊണ്ടാണ് മോഹൻലാലും മാമുക്കോയും ഉദാഹരണങ്ങളായത്? എങ്ങനെ? മോഹൻലാലും മാമുക്കോയും ഉദാഹരണങ്ങളായത് എന്തുകൊണ്ടാണ്? ഒരാൾ ഹീറോ ആണ്, വേറൊരാൾ കൊമേഡിയൻ ആക്ടറാണ്. അതുകൊണ്ട് ഒരാൾ ഹീറോ ആണ്, വേറൊരാൾ കൊമേഡിയൻ ആക്ടറാണ്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണോ? അല്ല, അതുകൊണ്ട് അല്ല, അതിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണെന്ന് താങ്കളുടെ ഉള്ളിൽ ധാരണയുണ്ടോ? നിങ്ങളതല്ലേ പോയിന്റ് ചെയ്യണേ? ഇല്ല, അത് ജയറാം രമേശിന്റെ പോയിന്റ് ആണ്. നോ, ഇറ്റ് ഈസ് ജയറാം രമേശ്. എന്റെ ഉള്ളിൽ ധാരണയില്ല എന്ന് ശ്രീ അംശുലാൽ, ഒരു പ്രശ്നമുണ്ട്. താങ്കൾ പറയുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് മുന്നോട്ട് വെച്ചത്. അല്ല, താങ്കൾ പറയുന്നതിൽ ഫണ്ടമെന്റലി ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ താങ്കൾ പറഞ്ഞു ശ്രീജിത്ത് പണിക്കർക്ക് എന്നേക്കാൾ വെളുപ്പ് നിറം കൂടുതലാണ്, ശ്രീജിത്ത് പണിക്കർക്ക് എന്നേക്കാൾ വെളുപ്പ് നിറം കൂടുതലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം താങ്കൾ പറഞ്ഞു. നമ്മുടെ ഈ വർണ്ണവെറി അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള പരാമർശങ്ങളുടെ ഒരു കൺസ്ട്രക്ട് എന്ന് പറയുന്നത് തന്നെ വൈറ്റ് എന്ന് പറയുന്നത് അല്ലല്ലോ, ഞാൻ പറഞ്ഞോട്ടെ, വൈറ്റ് എന്ന് പറയുന്നത് എന്തോ സുപ്പീരിയർ ആയിട്ടുള്ള സാധനമാണ് എന്നും ബ്ലാക്ക് എന്ന് പറയുന്നത് ഡാർക്ക് ആണ്, അത് മോശമാണ് എന്നുമുള്ള ഒരു കൺസ്ട്രക്റ്റിന്റെ പുറത്താണ്. അപ്പൊ താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ശ്രീജിത്ത് പണിക്കർക്ക് എന്നേക്കാൾ കളർ കൂടുതലാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇനി അതേ കാര്യം വെച്ചിട്ട് ഞാൻ പറയാന്ന് വെച്ചോ, അംശുലാൽ എന്നേക്കാൾ കറുത്തവനാണ് അല്ലെങ്കിൽ അംശുലാൽ ഒരു കറുത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർണ്ണവെറിയാണ്, വംശീയ പരാമർശമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സോഷ്യൽ കൺസ്ട്രക്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൈറ്റ് എന്ന് പറയുന്നത് എന്തോ സുപ്രീമസി ഉള്ള കാര്യമാണ് എന്നും കറുപ്പ് എന്ന് പറയുന്നത് എന്തോ മോശമാണ് എന്നുമുള്ള ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു ബോധം, അതേ ബോധം കൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് സിനിമാ നടന്മാരെ എടുത്തുകൊണ്ട് അതിൽ കോമഡി എന്ന് പറയുന്നത് ഒരു പക്ഷേ നായകനോട് തുലനപ്പെടുത്താൻ പറ്റുന്നതല്ല എന്ന രീതിയിലുള്ള ഒരു ബോധം നമുക്കുണ്ടാകുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാണ്. താങ്കൾ പറഞ്ഞു വന്നതിൽ നിന്നുള്ള ഭാഗം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ആദ്യ ഭാഗമല്ല. ഒന്ന്, ജയറാം രമേശിനെ പോലെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് സ്വന്തം പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്ന ഒരു കാര്യത്തിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കൺവിക്ഷൻ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. കാരണം മറ്റുള്ള രാഷ്ട്രീയക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് തീരുമാനമെടുക്കാനായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നിലപാടുകളിലോ സ്വന്തം നേതാക്കളുടെ നിലപാടുകളിലോ കൺവിക്ഷൻ ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എസെൻഷ്യലി സാം പിട്രോഡ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്നും താങ്കൾ തന്നെ ന്യായീകരിക്കുന്നു, അധീർ രഞ്ജൻ ചൗധരിയും ന്യായീകരിക്കുന്നു. ഇനി എന്തോ താങ്കൾ പറയുന്ന ഒരു ഹൈ മോറൽ ഗ്രൗണ്ടിന്റെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന്റെ, താങ്കൾ ഉപയോഗിച്ച വാക്കാണ്, അതിന്റെ പേരിലോ ആണ് സാം പിട്രോഡ രാജിവെക്കുന്നത് എങ്കിൽ ആ ഔന്നത്യം അധീർ രഞ്ജൻ ചൗധരിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പൊ രണ്ടുപേർക്ക് നിങ്ങൾ നീതി പുലർത്താൻ പാടില്ലല്ലോ. ഒരേ നീതി ഒരേ യാഡ് സ്റ്റിക്ക് അല്ലേ വേണ്ടത്? അപ്പൊ താങ്കളും എസെൻഷ്യലി ഈ ചർച്ചയിൽ പറയുന്നത് ഈ പറയുന്നതിലൊന്നും ഒരു കുറ്റമില്ല. തീർച്ചയായും പറഞ്ഞോളൂ അംശു. ഇനി എനിക്ക് പറയാം. ഓക്കെ, ഞാനൊന്ന് ഔന്നത്യം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല, അദ്ദേഹം വർണ്ണവെറി എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കാതെ നടത്തിയ ഒരു പ്ലെയിൻ സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചിന്താപരമായ ഔന്നത്യത്തിൽ നിന്ന് എന്ന രീതിയിൽ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അത് താങ്കൾ അതിനെ ഒന്നുകിൽ വളച്ചൊടിക്കുകയാണ് അല്ലെങ്കിൽ തെറ്റായി കേട്ടതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാനിത് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിച്ചു. ഇതിലെവിടെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇത് രാഷ്ട്രീയപരമായ ആയുധമായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നിടത്ത് മാത്രമാണ് ഇതിൽ നിങ്ങളൊരു പ്രശ്നം കാണുന്നത്. അല്ലാതെ എവിടെയും ഒരാളെയും അധിക്ഷേപിക്കുന്നില്ല. ഈ സെന്റൻസ് ആഫ്രിക്കക്കാരനെ പോലെ ഉണ്ട് എന്ന് പറയുന്നത് എന്തോ ഒരു മോശമാണ് എന്ന്. അല്ല, ഞാനും ജയറാം രമേശും ഒരു പക്ഷത്താണ്. താങ്കൾ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. താങ്കൾ എന്നോട് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം താങ്കൾ ജയറാം രമേശിനോട് കൂടിയാണ് ചോദിക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടും ഈ വിഷയത്തിൽ ഒരു പക്ഷത്താണ്. താങ്കൾ കോൺഗ്രസിന് എന്നോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാവിനെ കൂടിയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത്. എന്നെ മാത്രമല്ല ബോധ്യപ്പെടുത്തേണ്ടത്. ഈ കാര്യത്തിൽ ഞാൻ ആരുടെയും പക്ഷത്ത് നിന്നല്ല സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിന്ന് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാതിനിധ്യമായിട്ടല്ല. ഞാനിത് മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് ഇതാണ് പറയാൻ തോന്നുന്നത്. അംശയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രതിയോഗികൾ, പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന BJP അതൊരു ആയുധമാക്കും എന്ന് ഭയന്നതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞത് ഇദ്ദേഹത്തിന്റെ പരാമർശത്തെ. മാത്രമല്ല, ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ആ സ്ഥാനം, ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ രാജിവെക്കണം എന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതെല്ലാം നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ലേ? നിങ്ങൾ പിത്രോടെ പൊക്കിപ്പിടിച്ച് തന്നെയല്ലേ നടക്കുക?
കാരണം പിത്രോഡ നേരത്തെ രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്. മാത്രമല്ല അല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ തന്നെ ഒരു മുൻ നേതാവ് അല്ല അദ്ദേഹമാണ് പറഞ്ഞത്, അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി അടുത്ത അനുയായികളുടെ യോഗത്തിൽ പറഞ്ഞെന്താ, അതായത് ഞങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ രാമജന്മഭൂമി പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്ന്. അന്ന് ഉപദേശം നൽകിയത് ഇതേ പിത്രോഡ തന്നെയാണ്. അപ്പോൾ പിത്രോഡേനെ ആണ് അയാളെ കുഴിയിൽ ചെന്ന് ചാടിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞോ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നെ വിളിച്ചിരുത്തിയിട്ട് എനിക്ക് പറയാൻ സമയം തരാന്നുള്ള. പറയൂ. കഴിഞ്ഞോ? യെസ്. ഓക്കെ. ഇത് തെരഞ്ഞെടുപ്പ് കാലമല്ല എങ്കിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ സാധ്യതയില്ലാത്ത ഒരു പ്ലെയിൻ സെന്റൻസ് ആണിത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണിത്. അതല്ല ഞാൻ നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ എവിടെയും ആരെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നില്ല. ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അല്ല, ഞാൻ അംശു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വിശാലമായി വാട്സാപ്പ് യൂണിവേഴ്സിറ്റി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരെ ഉപമിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു സാധാരണക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇദ്ദേഹം കോൺഗ്രസിലെ ബുദ്ധിജീവി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇങ്ങനെ വിശാലമായിട്ട് ഇദ്ദേഹം ഇവരെല്ലാം താരതമ്യം ചെയ്യുന്നു. അങ്ങനെയാണ്, കറുപ്പാണ്, വെളുപ്പാണെന്നൊക്കെ താരതമ്യം ചെയ്യുന്നു. അങ്ങനെ താരതമ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? താങ്കൾ പറയുന്നത് ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്, പക്ഷേ ഇൻറ്റു ഡീറ്റെയിൽസ് അല്ലേ പോകുന്നത്? അത് എവിടെയാണ് അദ്ദേഹം പറയുന്നത്? ഡൈവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. രൂപത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ആ രൂപത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അതിനുശേഷം അതിന് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം പറയുന്നതിൻ്റെ പോയിന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു രാജ്യം പലതരത്തിലുള്ള ആളുകളെ അബ്സോർബ് ചെയ്തിട്ടുള്ള രാജ്യമാണ്, പല സംസ്കാരങ്ങളെ അബ്സോർബ് ചെയ്തിട്ടുള്ള രാജ്യമാണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അബ്സോർബ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇതൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ആ തുറന്ന് പറയുന്നതിന് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സാധാരണ സെൻറ്റൻസിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇന്നൊക്കെ നിങ്ങൾ തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ, എന്താണ് രാമജന്മഭൂമിയുടെ തീരുമാനം റദ്ദാക്കും. അതൊക്കെ കഴിഞ്ഞ ദിവസം അനിൽ നമ്പ്യാർ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വിഷയം. ഏതോ ഒരു പ്രമോദ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏതോ ഒരാളാണ്. മാത്രമല്ല അയാൾ എല്ലായ്പ്പോഴും പറയുമ്പോഴും മുഴുവനും ഞാൻ ഒരുപാട് വർഷമായി ഞാൻ പറയട്ടെ, അയാളെ ഞാനൊരു 1, 2, 3 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ഉള്ളതാണ് എന്ന് ആദ്യം പറയുകയും പിന്നീട് കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാക്കി ചിത്രീകരിക്കുന്ന വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെ സിമ്പിളായി അത് കാലാകാലങ്ങളായി അദ്ദേഹം ചെയ്യുന്നൊരു ഏർപ്പാടാണ്. അങ്ങനത്തെ പറഞ്ഞ ഒരാൾ ANIക്ക് ഒരു ബിറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനോട് ബയാസ്ഡാണത്. ഇന്നിപ്പോൾ അനിൽ നമ്പ്യാർ ഈ ഡിസ്കഷൻ എന്നെ വിളിക്കുന്നത് പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബയാസസ്, അല്ലെങ്കിൽ ഇതിലൊരു ചർച്ചയ്ക്ക് വരേണ്ട സാധ്യതയേ ഇല്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളുടെ നാട്, ഇപ്പം തമിഴ്നാട്ടിൽ അമ്മാവൻ്റെ മോളെ കല്യാണം കഴിക്കും. അമ്മാവൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ളതാണ്. അവിടെ തമിഴ്നാട്ടിൽ അമ്മാവൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള കുട്ടി. നമ്മുടെ അമ്മാവൻ്റെ മോളിൽ അമ്മാവനെ കല്യാണം കഴിക്കും. നമ്മുടെ നാട്ടിൽ അമ്മാവൻ്റെ മോളെ പണ്ട് കല്യാണം കഴിച്ചിരുന്നു. തമിഴ്നാട്ടിൽ അമ്മാവനെ കല്യാണം കഴിക്കും. അമ്മാവൻ അവിടെ മാമ എന്ന് പറയുന്നത് നമ്മുടെ മുറച്ചെറുക്കനെ പോലുള്ള ഒരാളാണ് തമിഴ്നാട്ടിൽ. നമ്മുടെ നാട്ടിൽ അമ്മാവനെ കല്യാണം കഴിക്കുമോ? ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുമ്പോൾ ഭീകരമായിട്ട് കാണാം. അത് അദ്ദേഹം എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് രൂപത്തിന്റെ പുറത്തായിരുന്നു. അവിടെ ഒരാളെ അദ്ദേഹം നിങ്ങൾ മനസ്സിൽ വെച്ച ഒരു ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ കറുത്തവനാണ് എന്ന് അധിക്ഷേപിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ നിങ്ങൾ ഈ അവസരത്തെ ഉപയോഗിക്കുക മാത്രമേ. അദ്ദേഹം വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞതാണ്. ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഞങ്ങളെ പോലുള്ളവർ അതിനെ തെറ്റിദ്ധരിച്ചതാണ് എന്ന രീതിയിലാണ് ജയറാം രമേശ് പോലും. ഇപ്പൊ താങ്കൾ പാർട്ടിയുടെ വക്താവായിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ എങ്കിലും നിങ്ങളുടെ നേതാവ് ജയറാം രമേശ് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്. ശ്രീജിത്ത്, എനിത്തിങ് ടു ആഡ്? ശ്രീജിത്തിന് പോകേണ്ടതല്ലേ? അല്ല, നോക്കൂ, ഇതിൽ ഫണ്ടമെന്റലി ഉള്ള ഒരു പ്രശ്നം അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും.
തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു ടാക്ടിക് എടുത്തു. ഈ CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടവ് നയം എടുത്തു എന്നതിനപ്പുറത്തേക്ക് സാം പിട്രോഡ പറയുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് അധീർ രഞ്ജൻ ചൗധരി പറയുന്നത്. അത് ശരിയാണ് എന്ന് തന്നെയാണ് ശ്രീ അംശുലാൽ ഈ ചർച്ചയിലും പറയുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ഉദാഹരണം അത് വളരെ കൗതുകരമായിട്ട് തോന്നി. ഇപ്പൊ തമിഴ്നാട്ടിൽ ഉള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ഈ വെള്ളക്കാർ? ഇതിലെവിടെയാണ് വെള്ളക്കാർ? ഇതിലെവിടെയാണ് അറബികൾ? ഇതിലെവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കക്കാർ? നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഒരു കുട്ടിയെ കണ്ടിട്ട് ആ കൊള്ളാം നല്ല അറബിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കാരണം തടിയുള്ളൂ. നമ്മൾ ഈ പറയുന്ന ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഇപ്പം നോർത്തിലേക്ക് പോവുകയാണ്, അവിടെ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം ആ കൊള്ളാം വെള്ളക്കാരൻ സായിപ്പിനെ പോലെ ഇരിക്കുന്നല്ലോ നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞാൽ കരണത്ത് അടിപൊട്ടും. അങ്ങനെയാണ് ഓരോരുത്തരും. അപ്പൊ അങ്ങനെ ഈ മര്യാദ എന്നൊരു കാര്യമുണ്ട്. പറയുന്ന കാര്യത്തിലുള്ള എന്താ നമ്മൾ ഈ പറയുന്ന അതിൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ശ്രീ അംശുലാൽ മനസ്സിലാക്കേണ്ടത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ പറഞ്ഞു പഴകിയിരിക്കുന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത പറയുന്നതിന് വേണ്ടി ഇന്നോളം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഈ രീതിയിലുള്ള മോശമായിട്ടുള്ള വംശീയമായിട്ടുള്ള പരാമർശം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് ആദ്യമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എതിർക്കുകയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ താങ്കൾ എതിർക്കുന്ന സമയത്ത് താങ്കൾ എന്നെയല്ല എതിർക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ആടിനെ പിടിച്ച് ശരിയാണ്. അല്ലെ, ഇത് അംശുലാൽ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാമായിരുന്നു. കോൺഗ്രസ് ഈ ഒരു കാര്യത്തിൽ കൺവിക്ഷനോട് കൂടി ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ. ഇവിടെ സംഭവിക്കുന്ന അതല്ലല്ലോ. ഈ പറയുന്നയാൾ, താങ്കൾ ഇപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ രാജിവെച്ചിട്ട് സലാം പറഞ്ഞു പോയി കഴിഞ്ഞു. അദ്ദേഹം പോയെന്നേ ആ സ്ഥാനത്ത്. എന്തിനാണ് അദ്ദേഹം പോയത്? ആ പറഞ്ഞിരിക്കുന്നത് പ്രശ്നമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അവിടെ ആർക്കോ തോന്നി. ആ തോന്നിയതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം ആ തിരിച്ചറിവുണ്ടായി, അദ്ദേഹം അവിടെ നിന്ന് പോയി. എന്നിട്ടും പിന്നെ ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് മാത്രമേ ആ കൂട്ടിച്ചേർക്കാനുള്ളൂ ശ്രീനം. അല്ല, ഹി സ്റ്റിൽ ദ അഡ്വൈസർ ടു രാഹുൽ കേട്ടോ. അതാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടില്ല. അവിടെ നിന്ന് രാജിവെച്ചിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടില്ല. അവിടെ തന്നെ ഉണ്ട്.